തൃശൂർ ചെറുതുരുത്തിയിൽ സ്ത്രീയെ കഴുത്തു ഞെരിച്ചു കൊന്നു. നൃത്ത അധ്യാപികയായ മലപ്പുറം സ്വദേശി ധനലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി അഞ്ജുരാജ് ചേരുന്നു. അഞ്ജുരാജ് പറയും. അബ്ജോദ്, ഇന്നിപ്പോൾ ഈ നാടിനിടയ്ക്ക് സംഭവം ഇന്നാണ് ഉണ്ടാകുന്നത്. നൃത്ത അധ്യാപിക ധനലക്ഷ്മി എന്ന 56-കാരിയാണ് ചെറുതുരുത്തിയിലെ അണ്ണ റെസിഡൻസിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ സംഭവം ഇങ്ങനെയാണ് പോലീസ് പറയുന്നത്. ഇവര് മലപ്പുറം സ്വദേശി തന്നെയായ ബിഗീഷ് എന്നയാളുമായി പരിചയത്തിലായിരുന്നു. ഇവരെ ഒന്നിച്ചാണ് കഴിഞ്ഞ ദിവസം ചെറുതുരുത്തിലെത്തി റൂം എടുത്ത് താമസിച്ചത്. ഇവർ നൃത്ത അധ്യാപികയാണ്. അവര് ജില്ലയ്ക്ക് പുറത്ത് പലയിടങ്ങളിൽ പോയി കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. അതുകൊണ്ട് ഭർത്താവും മക്കളും ഉണ്ടായിട്ടും ഗിഗീഷ് എന്ന് പറയുന്ന കാമുകന്റെ കൂടെ പോയിട്ട് പൊറുക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ. ഇവറ്റകളൊന്നും മനുഷ്യരാണോടെ? ഇത് എത്രമാത്രം ഈ സംഭവങ്ങളാണ് ഓരോ ദിവസവും ഇങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര സംഭവങ്ങളാണ്. അതായത് ഒരുപാട് സംഭവങ്ങൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നില്ലേ? ഇതുപോലെയുള്ള ആൺസുഹൃത്തുക്കൾ എന്ന് പറയുന്ന വർഗങ്ങളെ വിശ്വസിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എത്രമാത്രം നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യുന്നത്, ഇതുപോലെ ന്യൂസുകളിൽ കാണുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർക്കൊന്നും മനസ്സിലാകാത്തത് എന്ന് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഇങ്ങനെയുള്ള ഈ ഇമാതിരി തോന്നിയവാസമായിട്ടുള്ള അവിഹിതങ്ങൾ തന്നെയാണ് കുടുംബം മാത്രമല്ല ജീവിതവും കൂടിയല്ലേ നശിച്ചത്. ആ പാവം ഭർത്താവും മക്കളും രക്ഷപ്പെട്ടു എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം എന്താ അറിയാ, ഈ ബിഗീസ് എന്ന് പറയുന്നവൻ ഏത് തരത്തിലുള്ള ക്രിമിനലാന്ന് പറയാൻ പറ്റൂല. ഓൻ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവിനെയും മക്കളെയും ഒന്നും ചെയ്തില്ലല്ലോ. അതുകൊണ്ട് അവനോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി പറയാൻ നമുക്കാർന്ന്. ഈ സ്ത്രീയുടെ അഹങ്കാരത്തിന് അവർക്ക് കിട്ടിയെന്നേ എനിക്ക് പറയാനുള്ളൂ. നൃത്തം പഠിപ്പിക്കാൻ പോയിട്ട് മറ്റൊരുത്തനുമായിട്ട് റൂമെടുത്ത് താമസിക്കുമല്ലോ. എന്തൊരു മനുഷ്യന്മാരാണ്. എത്രമാത്രം കേസുകളല്ലെങ്കിൽ ഓരോ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കേസുകൾ നമ്മുടെ സ്ത്രീകളുടെ മനസ്സിലേക്ക് തള്ളിവിടാൻ വേണ്ടിയിട്ടാ നിങ്ങൾ ഇത് കേൾക്കണം, എല്ലാവരും കേൾക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും 10 പൈസേൻ്റെ ഗുണമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരെണ്ണം പോലും ന്യൂസ് കേൾക്കത്തില്ല. ഒരെണ്ണം പോലും പറയുന്നു ഈ സോഷ്യൽ മീഡിയ നോക്കത്തില്ല. എല്ലാം നോക്കൂ, എന്താ അറിയാം, വല്ല അവിഹിതത്തിനോ അല്ലെങ്കിൽ വേറിയെങ്കിലും പോകാനുള്ള ആൾക്കാർ കൂടെയുണ്ടോ എന്നല്ലാതെ ഇവറ്റകൾ ഒരെണ്ണം പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണൂല എങ്ങനെ ന്യൂസൊന്നും. ഇപ്പം ഇന്ന് രാവിലെ നിങ്ങൾ കണ്ടില്ലേ, ഏതോ സെയിൽസ് ഗേളായിട്ട് ഒരു കമ്പനിയിൽ ഒരു കടയിൽ നിൽക്കുന്നതാ. ഓണർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരുത്തം വരുന്നത് ഓനപ്പാടുള്ള പൈസ അയച്ചും വാരി കൊടുക്കുന്നത്. അതായത് ഇവിടെ ഓരോ ദിവസവും നടക്കുന്ന തട്ടിപ്പിനെ പറ്റിയിട്ട് ഇവർക്ക് യാതൊരു വിവരവും ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ന്യൂസ് കാണുകയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാർത്ത കേൾക്കുകയോ ചെയ്യുന്ന ശീലമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവറ്റകൾക്കും അറിയില്ല. അങ്ങനെയാണ് ഇവറ്റകളുടെ ജീവിതം എന്നേ ഞാൻ പറയുള്ളൂ. ഇതിപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കറാ, ജീവൻ പോയില്ലേ. ഇതുപോലെ പല ടീമുകളും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഭർത്താവും മക്കളും ഒക്കെ ഉണ്ടായിരിക്കെ ഏതെങ്കിലും ഒരു എരപ്പാളിയുമായിട്ട്, അതായത് കാണാൻ ഒരു മെന പോലും ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു വേട്ടാവളിയനായിരിക്കും. ചിലപ്പോൾ ഭർത്താവ് നല്ല സിമ്പിളിനായിരിക്കും. ആ മനുഷ്യനെ വേണ്ട, ആ മനുഷ്യനെ വിട്ടിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വേട്ടാവളിയൻ ഉണ്ടാവും പറഞ്ഞ്. ആ വേട്ടാവളിയനും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സോഷ്യൽ മീഡിയയിലുള്ള കുറെ കിഴങ്ങന്മാരും ഉണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ടീമുകളുടെ എങ്ങനെയെങ്കിലും കുടുംബത്തിൽ കയറിയിട്ട് അവരെങ്ങനെയെങ്കിലും അവിടെ നടത്തി മാറ്റി കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്ന കുറേ എണ്ണം വേറെയുണ്ട്. ഇതിന് തുനിഞ്ഞിറങ്ങുന്ന കുറെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം വേറെയുണ്ട്. അപ്പൊ ഇതൊന്നും ഭർത്താവിന് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് ചോദ്യം ചെയ്യാനൊന്നും പറ്റൂല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു ഡാൻസ് ടീച്ചറല്ലേ. ഡാൻസ് ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ, ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധം ഉണ്ടാവില്ലേ, ഒരുപാട് ആൾക്കാരുമായിട്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യേണ്ടതല്ലേ, ഒരുപാട് രക്ഷിതാക്കൾ ഉണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വർത്താനം പറയാ. അതുകൊണ്ട് തന്നെ ഇവരെ പിന്നെ എന്താ പറയേണ്ടത്, ഇവരെ എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ ഇവരെ ഒന്ന് ഭർത്താവിന് വേണമെങ്കിൽ നീ അങ്ങ് പോകണ്ട എന്ന് പറയാനൊന്നുള്ള അധികാരമില്ല. പക്ഷെ ഇവരതിങ്ങനത്തെ ചെയ്യുന്നത് ഇതുപോലെയുള്ള 4ാം കിട കാമുകന്മാർക്ക് വേണ്ടിയിട്ട് ജീവൻ വരെ കളയുന്ന കുറേ സ്ത്രീകള്. എന്ത് പേരാ നിങ്ങളെയൊക്കെ വിളിക്കേണ്ടത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് എന്ത് പേരാ നിങ്ങളെയൊക്കെ വിളിക്കേണ്ടത്? നല്ല സുഖത്തിൽ ഭർത്താവും മക്കളും ഒക്കെ ആയിട്ടുള്ള ജീവിതം അത് കളഞ്ഞു കുളിച്ചിട്ട് ഏതോ ഒരുത്തൻ്റെ കൂടെ പോയിട്ട് അവൻ്റെ കയ്യാൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ജീവനറ്റ് കിടക്കുമ്പം ഉള്ള നാണക്കേടും മാനക്കേടും ആ ഭർത്താവ് എന്ന ഇത് ആലോചിച്ചിട്ട് നിൽക്കുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലും ഇല്ല. അയാള് എൻ്റെ അഭിപ്രായത്തിന് പറഞ്ഞാൽ അയാൾ മറ്റന്നാൾ തന്നെ വേറെ കല്യാണം കഴിക്കണം. അതാ വേണ്ടത്. ഇങ്ങനെയുള്ള അലമ്പുകൾ പോയില് നമ്മൾ സന്തോഷിക്കുവാന്ന് വേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇമാതിരി തൊട്ടിത്തരം ചെയ്യുന്ന കുറേ ടീമുകളുണ്ട്. ഇനിയിപ്പോഴും ഈ വാർത്ത വന്നില്ല, ഈ വാർത്ത കേൾക്കാനോ അല്ലെങ്കിൽ ഈ വാർത്ത എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനോ ഒറ്റ ഒരുത്തി നിൽക്കത്തില്ല. ഇനി അടുത്ത കേസ് ഉണ്ടെങ്കിൽ ഇതാ അടുത്തവൻ ഇവൻ തന്നെ, അതായത് ഈ പിന്നെ ഇപ്പോഴും കൊലപ്പെടുത്തിയില്ലേ, ഓൻ തന്നെ അടുത്ത സ്ത്രീൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും. ഇപ്പോഴും സ്ത്രീ നൃത്തം പഠിപ്പിക്കാൻ പോകുന്നതാണ്.
അങ്ങനെ നൃത്തം പഠിപ്പിക്കാൻ പോകുമ്പോഴാണ് ഇവനുമായിട്ട് പരിചയപ്പെട്ടത്. അവസാനം ഇവനുമായിട്ട് ഒരുമിച്ച് താമസിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അതൊന്നും എന്നെ കിട്ടൂല, അതായത് ഈ 2 മക്കളും ഭർത്താവുന്നില്ലേനൊന്നും എനിക്ക് ചുമന്നുകൊണ്ട് നടക്കാൻ കഴിയില്ല, അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് 2 പേരും കൂടിയിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നു. ആ പ്രശ്നത്തിനൊടുവിൽ ഈ സ്ത്രീയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കൊലപ്പെടുത്തിയതിന് ശേഷം നേരെ അവൻ്റെ സഹോദരിയോട് പറയുന്നു ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, എന്താ ചെയ്യാന്ന്. സഹോദരി അപ്പോൾ തന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിക്കോ, അധികം തട്ടവും മുട്ടവും ഒന്നും ഇല്ലാണ്ട് ആ ശിക്ഷ ഉള്ളതിങ്ങ് വാങ്ങിച്ചു വന്നോ, കാരണം എന്താ ഇനിയിപ്പം കുറേ നാൾ കഴിയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇറങ്ങി വരാം. ഒരു 10 കൊല്ലത്തിനിടയിൽ എന്ന് പറഞ്ഞാൽ അവൻ ഇറങ്ങി വന്ന് അവന് സുഖമായിട്ടെന്ന് പറഞ്ഞാൽ വേറെ ഒരു കുടുംബജീവിതം നയിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കുടുംബം ഇതുപോലെ ഇങ്ങനെ തകർക്കാം, ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഇറങ്ങിപ്പോകാൻ വേണ്ടി നോക്കിയ ഈ സ്ത്രീ ഇവനിൽ കണ്ട മഹത്വം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. അതായത് ഇവനിൽ എന്ത് മഹത്വമാണ് കണ്ടത്? ഇവരൊക്കെ വിചാരിക്കുന്ന എന്താ അറിയാ, ഇങ്ങനെയുള്ള ടീമുകളൊക്കെ ഞങ്ങളെ അങ്ങ് പണിയെടുത്തങ്ങ് നോക്കും, അല്ലെങ്കിൽ ഇവന്റെയൊക്കെ കൂടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ്, പിന്നീട് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നൊക്കെയാണ് ഇവരൊക്കെ കരുതുന്നത്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല മക്കളെ. അതായത് ഈ മഴ പെയ്യാനിരിക്കുന്ന നേരം മാത്രമേ രസം ഉണ്ടാവുള്ളൂ, പെയ്തങ്ങ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രസവും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഈ സ്നേഹം. പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പുറകെ പോകുന്ന ഈ അവിഹിതത്തിന്റെ പുറകെ പോകുന്നത് ഭർത്താവിന്റെ അടുക്കുന്ന കിട്ടാത്ത എന്തോ ഒരു സംഭവം ഇവരെടുക്കുന്ന കിട്ടുന്നുണ്ട് എന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. അതായത് ഇവന്മാർക്ക് വീട് വെക്കണ്ട, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക മക്കളെ നോക്കണ്ട, വേറെ ആരെയും നോക്കണ്ട, ഒന്നും വേണ്ട, സ്നേഹം മാത്രം കൊടുത്താൽ മതി. പക്ഷെ ഭർത്താവിന് അങ്ങനെയല്ല, ഭർത്താവിന് പലതും ചിന്തിക്കാനുണ്ട്. അതൊന്നും ഇവറ്റകൾക്ക് മനസ്സിലാകത്തൂല്ല. ചോദിക്കുന്ന എന്താ പറയുക, അയാൾ സ്നേഹം തരുന്നില്ല, ഇവൻ നല്ലോണം സുഖവും സ്നേഹവും തരുന്നുണ്ട്, അയാൾ ഒന്നും തരുന്നില്ല എനിക്ക്, ഇവൻ പക്ഷേ എല്ലാം തരുന്നുണ്ട്. എന്നിട്ട് ഇപ്പം എന്താ കിട്ടിയത്? അവൻ്റെ കൂടെ ഇറങ്ങി വന്ന് അവൻ്റെ കൂടെ ജീവിക്കണം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും അവൻ പറഞ്ഞു ഈ തൊണ്ടീനെ ചൊങ്കാന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് അവൻ കൃത്യമായിട്ട് പറഞ്ഞു. അങ്ങനെയാണ് ഇവർ തമ്മിൽ തല്ലുംപിടിയാകുന്നത്. ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോഴെല്ലാം കൂടി തീർന്നില്ലേ? അതായത് എന്ന് പറഞ്ഞ ജീവിതം തന്നെ പോയില്ലേ? നാണക്കേടോട് നാണക്കേടായില്ലേ? വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന്. അതായത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് വീട്ടുകാർക്ക് അറിയില്ല. അല്ലാതെ വീട്ടുകാർക്ക് അറിയെങ്കിൽ അവർ പിന്നെ എന്തെങ്കിലും പറയില്ലേ? 2 മക്കളെയും ഭർത്താവിനെയും കൊണ്ട് വളരെ സുന്ദരമായിട്ട് ജീവിച്ചു വരുന്ന ഈ സ്ത്രീ അവരുടെ കഴപ്പ് കൊണ്ട് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പോലെയുള്ള ഒരു കൊലപാതകിയെ പോയിട്ട് സ്നേഹിക്കുകയും അവൻ്റെ അടുക്കൽ എന്തോ വലിയത് കിട്ടുമെന്ന് കരുതിയിട്ട് അവനെ കൊണ്ട് എന്നെ സ്വീകരിക്കൂ എന്ന് പറയുകയും അവസാനം അവനാണെങ്കിൽ അങ്ങ് കൊലപ്പെടുത്തിയിട്ട് അങ്ങ് പോവുകയും ചെയ്യും. ഇതാണ് മിക്ക അവിഹിതങ്ങളിലും സംഭവിക്കുന്നത്. അതായത് അവിഹിതം കൊണ്ട് ഒരാൾ പോലും ഇവിടെ നന്നായിട്ടില്ല. അതാണ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഇനി പോകാനിരിക്കുന്നവരും പോകുന്നവരും പോയിക്കൊണ്ടിരിക്കുന്നവരോടും അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവിഹിതം കൊണ്ട് ഒരു മനുഷ്യന്മാർ പോലും ഇവിടെ നന്നായിട്ടില്ല. നശിച്ചതല്ലാതെ നന്നായിട്ടില്ലടോ, അത് കൃത്യമായിട്ട് മനസ്സിലാക്ക്. ഇപ്പൊ ഇവിടെ ഇതിനിടയ്ക്ക് 2 ദിവസം മുമ്പ് ബാലുശ്ശേരിയിൽ നിന്ന് ഒളിച്ചോടിയിട്ട് എന്താ നേടിയത്? ഓൻ്റെ വീട്ടിലേക്ക് പോയി 15 ദിവസം ഓനൊരു സുഖം കിട്ടി, അത്രയേ ഉള്ളൂ. ഓണക്ക് എന്താ കിട്ടിയത്? ഓണക്ക് ജീവിതം നശിച്ചു, മകനില്ല കൂടാ. ഇനി കുറച്ച് കഴിഞ്ഞ് എവിടേക്കും പോയി ജോലിക്ക് പോകണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ ആരും ചോറൊന്നും കൊടുക്കൂലല്ലോ. അപ്പോൾ ഏതായാലും ആ സ്ത്രീയുടെ ജീവിതം ശരിക്കും പറഞ്ഞ് കുട്ടിച്ചോറായി. ഇവിടെ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം തകർന്ന് നക്കി നാരായണക്കലാകുന്ന സ്ത്രീകൾ തന്നെയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ മുൻഗണനയിൽ പറയുന്നത് അയ്യോ എനിക്ക് പോയിട്ട് എന്ന് പറഞ്ഞ് എനിക്ക് എന്നെ സ്വീകരിക്കുക, നമുക്ക് വേറെ ജീവിക്കണം എന്ന് പറയുന്നതും സ്ത്രീകൾ തന്നെയാണ്. ദൈവത്തെ ഓർത്തിട്ട് ഇമാതിരി തോന്നിയവാസ പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കുക. കാരണം നിങ്ങൾ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഗതി പിടിക്കാൻ പോകുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ഗതി പിടിക്കത്തില്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ വിചാരിക്കുവായിരുന്നു അയ്യോ ഗതി പിടിക്കുവായിരുന്നു ഞാൻ ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല സുഖമായി നാളെ മുതൽ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊക്കെ നിങ്ങളുടെ വിചാരം മാത്രമാണ്. ഒരിക്കലും നിങ്ങൾക്ക് സുഖമോ സന്തോഷമോ ഒന്നും നൽകാൻ ഈ വ്യക്തിക്ക് കഴിയില്ല. നിങ്ങളുടെ ഭർത്താവും കുട്ടികളും ഒത്തുള്ള ജീവിതം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലുത്. ചുരുങ്ങിയ കാലം മുതലേ അല്ലേ നമുക്ക് ഈ സുഖം അനുഭവിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക സുഖങ്ങളാണ്. ഈ ശാരീരിക സുഖത്തിന് അപ്പുറത്തും കുറേ സുഖങ്ങളുണ്ട്. അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തിടത്തോളം കാലം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നന്ദി, നമസ്കാരം.